ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി പ്രതിപക്ഷ നേതാവ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയം അവസാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. 10 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് LDF പ്രകടന പത്രിക പുറത്തിറക്കി. സംസ്ഥാനത്ത് ഇന്ന് 3757 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5425 പേർക്ക് കോവിഡ് മുക്തി. സ്വർണ്ണക്കടത്ത് കേസിൽ M. ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കസ്റ്റംസിന് കോടതിയുടെ അനുമതി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഭേദഗതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നുവന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അനുകൂലിക്കുന്നവരും ജനാധിപത്യ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവരുമടക്കം ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ വിശദമായ ചർച്ച നടത്തി എല്ലാ ഭാഗത്തുനിന്നും അഭിപ്രായം കേട്ട ശേഷം പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. മാധ്യമ മാരണ ഓർഡിനൻസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിശ്വസനീയമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുന്നതോടെ അത് നിയമമായി കഴിഞ്ഞു. ഒരു നിയമം നിലവിൽ വന്ന ശേഷം അത് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രിക്കല്ല ആർക്കും പറയാൻ കഴിയില്ല. നിയമം പിൻവലിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് ആക്ട് ഭേദഗതിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന പോലീസ് ആക്ടിലെ ഭേദഗതിയിൽ കേരള ഗവർണർ ഒപ്പിട്ട നടപടി ദൌർഭാഗ്യകരമായി പോയെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഈ മാധ്യമ മാരണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDF ഈ മാസം 25-ന് സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും പ്രതിഷേധ ധർണ്ണ നടത്തുമെന്നും കൺവീനർ MM ഹസൻ അറിയിച്ചു. പോലീസ് നിയമ ഭേദഗതിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായി RSP സംസ്ഥാന സെക്രട്ടറി AA അസീസും NK പ്രേമചന്ദ്രൻ MPയും കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കോടതിയിൽ സമർപ്പിച്ച അസൽ റിട്ട് ഹർജി നാളെ വിചാരണയ്ക്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയം അവസാനിച്ചതോടെ സംസ്ഥാനത്തെ പ്രചാരണ തട്ടുണർന്നു. 1,60,000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സൂക്ഷ്മ പരിശോധനയിൽ 2867 പേരുടെ പത്രികകൾ തള്ളിയിരുന്നു. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംബന്ധിച്ച നടപടികളും ഇന്ന് പൂർത്തിയായി. സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രചാരണം സജീവമായി. ഗൃഹസന്ദർശനവും പൊതുയോഗവും പുരോഗമിക്കുകയാണ്. 10 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രിക പുറത്തിറക്കി. മുന്നണി കൺവീനർ A. വിജയരാഘവൻ പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് തൊഴിൽ ലഭ്യമാക്കുന്നത്. കോവിഡ് വാക്സിൻ ഫലപ്രദമായി ലഭ്യമാക്കുമെന്നും ക്ഷേമ പെൻഷൻ 1500 രൂപയായി ഉയർത്തുമെന്നും പത്രികയിൽ വാഗ്ദാനമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ കോഴിക്കോട് ജില്ലയിൽ പ്രചാരണം സജീവമായി. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും വടകര, കൊയിലാണ്ടി, മുക്കം, പയ്യോളി, കൊടുവള്ളി, ഫറോക്ക്, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികളും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 70 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ ജില്ലയിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും വ്യക്തമായി. പ്രവചനാതീതമായ മത്സരമാണ് ജില്ലയിൽ പലയിടത്തും നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷനിലും മേയർ, പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഇത്തവണ സംവരണമാണ്. ജില്ലയിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സംവരണ ഇതര സീറ്റുകളിലും വനിതകൾ മത്സരിക്കുന്നുണ്ട്. പ്രവർത്തന മികവും വിജയസാധ്യതയും മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മുന്നണികളെത്തിയത്. യുവാക്കൾക്കും ഇത്തവണ മികച്ച അവസരമാണ് ലഭിച്ചത്. രാഷ്ട്രീയ കക്ഷികൾ വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പുകൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കേണ്ടതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടറുടെ പേര്, സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ, പോളിംഗ് സ്റ്റേഷന്റെ പേര് എന്നീ വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തിയതുമാകണം. ഈ സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ ഫോട്ടോയോ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. മുൻ അസം മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തരുൺ ഗൊഗോയ് അന്തരിച്ചു.
ഗുവാഹത്തി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 86-കാരനായ തരുൺ ഗൊഗോയ്ക്ക് കോവിഡ് ബാധിച്ചിരുന്നു. പിന്നീട് കോവിഡ് മുക്തനായെങ്കിലും കോവിഡാനന്തര പരിചരണത്തിലായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്ന് 3757 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. 1023 പേർക്ക് രോഗം സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗികളുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35,659 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 22 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2071 ആയി. ചികിത്സയിലായിരുന്ന 5425 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ 556 ഹോട്ട്സ്പോട്ടുകളായി. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 93.68%. ഇതുവരെ 85,62,000 പേരാണ് രോഗമുക്തരായത്. ആകെ കോവിഡ് ബാധിതരുടെ 4.85% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കസ്റ്റംസിന് കോടതിയുടെ അനുമതി. എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കസ്റ്റംസ് നൽകിയ അപേക്ഷയിലാണ് അറസ്റ്റിന് അനുമതി നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 2 മാറ്റി. കേസിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. പോലീസുകാരുടെ പരാതി പരിഹരിക്കാൻ ഡിജിപിയുടെ പ്രത്യേക വീഡിയോ കോൺഫറൻസ് സംവിധാനം നടപ്പാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇടുക്കിയിലും കണ്ണൂരുമാണ് പരിപാടി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരവും സർവീസ് സംബന്ധവുമായ പ്രശ്നങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിൽ ഓൺലൈൻ വഴി അവതരിപ്പിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കുന്ന പദ്ധതിക്ക് വ്യാഴാഴ്ച തുടക്കമാകും. SPC ടാക്സ് ടു കോപ്സ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഡിജിപിക്ക് പരാതി നൽകാമെന്നതാണ്. മുൻകൂട്ടി ലഭിച്ച പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പരാതിക്കാരോട് സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ ജീവിത പങ്കാളിക്കും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാം. കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെ പരാതികളാണ് വ്യാഴാഴ്ച പരിഗണിക്കുന്നത്. ഈ ജില്ലകളിലെ പരാതികൾ നവംബർ 24 മുൻപ് spctax2cop.pol@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭിക്കണം. നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാത്ത CAG റിപ്പോർട്ടിന്മേലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ എം സ്വരാജ് MLA സ്പീക്കർക്ക് പരാതി നൽകി. അവകാശ ലംഘനമാണ് ഇഡിയുടെ ഈ നടപടിയെന്ന് എം സ്വരാജ് പറഞ്ഞു. ബാർ കോഴ ഇടപാടിൽ പുതിയ വെളിപ്പെടുത്തലുമായി തലസ്ഥാനത്തെ ബാർ ഉടമ ബിജു രമേശ്. മുൻ മന്ത്രി KM മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട ശേഷം അന്വേഷണം നിലച്ചുവെന്ന് ബിജു രമേശ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രഹസ്യമൊഴി നൽകരുതെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയും ഭാര്യയും ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചുവെന്നും ബിജു രമേശ് പറഞ്ഞു. ബാർ കോഴ കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ താനോ ഭാര്യയോ ആരുമായും സംസാരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ബിജു രമേശ് ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേക പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സുരേന്ദ്രൻ രാജിവച്ചു. പ്രോസിക്യൂട്ടർ സ്ഥാനം ഒഴിയുന്നതായി കത്ത് നൽകിയ കാര്യം പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് കേസിന്റെ വിചാരണ ഈ മാസം 26 മാറ്റി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം കൊള്ളുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഈ മാസം 27 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ഹൈദരാബാദ് FCയെ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി പ്രതിപക്ഷ നേതാവ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയം അവസാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. 10 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് LDF പ്രകടന പത്രിക പുറത്തിറക്കി. സംസ്ഥാനത്ത് ഇന്ന് 3757 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5425 പേർക്ക് കോവിഡ് മുക്തി. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കസ്റ്റംസിന് കോടതിയുടെ അനുമതി. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.